പണം ലാഭിച്ചുവെക്കുക എന്ന അഹങ്കാരം മനുഷ്യനെ ഉള്ളിൽ നിന്ന് കാർന്നു തിന്നുന്ന, അവനെ ഒരിക്കലും ധനികനാക്കാൻ അനുവദിക്കാത്ത ഒരു അസുഖമാണ്. ബാങ്ക് അക്കൗണ്ടിൽ കുറച്ച് ആയിരങ്ങളോ ലക്ഷങ്ങളോ പൂഴ്ത്തിവെച്ചാൽ നിങ്ങൾ വളരെ സുരക്ഷിതനാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും അപകടകരമായ തെറ്റാണ്. വെള്ളം ഒരിടത്ത് കെട്ടിക്കിടന്നാൽ അതിൽ അഴുക്കുണ്ടാകും, പുഴുക്കളുണ്ടാകും. പണം ചിലവാക്കാൻ നിങ്ങൾ ഭയപ്പെടുമ്പോഴും കൃത്യമായി ഇതേ അവസ്ഥയാണുണ്ടാകുന്നത്. ആചാര്യ ചാണക്യൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വളരെ ആഴമുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു. ധനത്തെ സംരക്ഷിക്കുന്നത് പിശുക്കുകൊണ്ടല്ല, മറിച്ച് അതിന്റെ ശരിയായ ഉപയോഗം കൊണ്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പണം ചിലവാക്കാൻ ഭയപ്പെടുന്നവൻ യഥാർത്ഥത്തിൽ പണം സമ്പാദിക്കാനുള്ള സ്വന്തം കഴിവിനെയാണ് ഭയപ്പെടുന്നത്. അവന് സ്വന്തം കഴിവുകളിൽ തന്നെ സംശയമാണ്. ഭൂരിഭാഗം ആളുകളും ഒളിച്ചോടാൻ ശ്രമിക്കുന്ന ആ കൈപ്പേറിയ സത്യമാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. പണം ലാഭിക്കാനും ഓരോ പൈസയും കൂട്ടിവെക്കാനും നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഇല്ലാതാക്കാനും ഒരു യന്ത്രം പോലെ വാർദ്ധക്യത്തിനായി ഖജനാവ് നിറയ്ക്കാനും സമൂഹം നിങ്ങളെ പഠിപ്പിക്കുന്നു. എന്നിട്ട് ഇതിന്റെ ഫലമെന്താണ്? ഭയവും വിട്ടുവീഴ്ചകളും നിറഞ്ഞ ഒരു ജീവിതം. മനുഷ്യൻ തന്റെ യൗവനം മുഴുവൻ ബില്ലുകളടക്കാനും തവണകൾ തീർക്കാനും വേണ്ടി മാത്രം പാഴാക്കുന്നു. ഇതാണോ നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ കഴുത്തുഞെരിച്ച് ഒരുനാൾ നിശബ്ദനായി ഈ ലോകത്തുനിന്ന് വിട പറയാൻ വേണ്ടിയാണോ നിങ്ങൾ ജനിച്ചത്? അല്ല. സമ്പത്ത് വർദ്ധിപ്പിക്കണമെങ്കിൽ അതിനെ ഒരു വിത്ത് പോലെ ശരിയായ മണ്ണിൽ പാകണം എന്ന് ചാണക്യനീതി പറയുന്നു. വിത്ത് ലോക്കറിൽ വെച്ച് പൂട്ടിയാൽ അതൊരിക്കലും മരമാകില്ല. നിങ്ങൾ പണം നിക്ഷേപിച്ചു തുടങ്ങിയാൽ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് പതുക്കെയല്ല, മറിച്ച് നേരെ 4 ഇരട്ടി വേഗത്തിൽ കുതിച്ചു ചാടുന്ന ആ 5 രഹസ്യയിടങ്ങൾ ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതൊരു ചൂതാട്ടമല്ല. രാത്രി കൊണ്ടുതന്നെ പണക്കാരനാകാമെന്ന വ്യാജകഥയുമല്ല. ലോകത്തിലെ ഏറ്റവും ശക്തരും ധനികരുമായ ആളുകൾ തങ്ങളുടെ നെഞ്ചിൽ രഹസ്യമായി സൂക്ഷിക്കുന്ന ഉറപ്പുള്ളതും നിഷ്കരണവുമായ സത്യമാണിത്. അതിനാൽ നിങ്ങളുടെ കാതുകളും മനസ്സും പൂർണ്ണമായും തുറന്നുവെക്കുക. കാരണം ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പൂർണ്ണമായ കാഴ്ചപ്പാടിനെ എന്നേക്കുമായി തകർത്തെറിയും. ഒന്നാമത്തെയും ഏറ്റവും അപകടകരവുമായ സ്ഥലം, ആളുകൾ പണം ചിലവാക്കാൻ ഏറ്റവും കൂടുതൽ മടിക്കുന്ന സ്ഥലം, അതാണ് സ്വന്തം തലച്ചോറ്. എത്ര വിചിത്രമാണല്ലേ? തിളങ്ങുന്ന ഒരു ഫോൺ വാങ്ങാൻ ആളുകൾ കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ആയിരക്കണക്കിന് രൂപ പറത്തിക്കളയും. ബ്രാൻഡഡ് വസ്ത്രങ്ങൾ, വില കൂടിയ ഷൂസുകൾ, ലേബലുകൾ, ഇവയ്ക്കെല്ലാം പണം വെള്ളം പോലെ ഒഴുക്കും. പക്ഷേ അവരോടൊരു പുസ്തകം വാങ്ങാനോ പുതിയൊരു കഴിവ് പഠിക്കാനോ അല്ലെങ്കിൽ സ്വന്തം ബുദ്ധി വികസിപ്പിക്കുന്ന കാര്യങ്ങളിൽ പണം നിക്ഷേപിക്കാനോ പറഞ്ഞാൽ അവരുടെ ശ്വാസം മുട്ടും. അത് പണം ചിലവാക്കലല്ല, മറിച്ച് പാഴാക്കലാണെന്നാണ് അവർ കരുതുന്നത്. അറിവ് എന്നത് ഒരു രാജാവിനും തട്ടിയെടുക്കാൻ കഴിയാത്ത, ഒരു കള്ളനും മോഷ്ടിക്കാൻ കഴിയാത്ത ഒരേയൊരു സമ്പത്താണെന്ന് ആചാര്യ ചാണക്യൻ പറഞ്ഞിരുന്നു. നിങ്ങളിന്ന് എന്തായിരിക്കുന്നോ അത് നിങ്ങളുടെ തലച്ചോറിന്റെ ആ നിലവാരം കൊണ്ടാണ്. നിങ്ങൾ ഇതുവരെ എത്താത്ത ഒരിടത്ത് നിങ്ങൾക്കെത്തണമെങ്കിൽ നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. നിങ്ങൾ സ്വന്തം തലച്ചോറിനായി പണം ചിലവാക്കുമ്പോൾ ഏത് സാഹചര്യത്തിൽ നിന്നും നിങ്ങളെ പുറത്തുകൊണ്ടുവരാൻ കഴിയുന്ന ഒരു ആയുധമാണ് നിങ്ങൾ തയ്യാറാക്കുന്നത്. വിപണി തകർന്നാലും ജോലി പോയാലും ലോകത്ത് സാമ്പത്തിക മാന്ദ്യം വന്നാലും അറിവും നൈപുണ്യവുമുള്ളവന് ചാരത്തിൽ നിന്നുപോലും തന്റെ രാജകൊട്ടാരം കെട്ടിപ്പടുക്കാൻ കഴിയും. സ്വന്തമായി ചെയ്യുന്ന നിക്ഷേപം ലോകത്തിലെ ഒരു ബാങ്കിനും ഷെയർ മാർക്കറ്റിനും നൽകാൻ കഴിയാത്ത റിട്ടേൺ നിങ്ങൾക്ക് നൽകുന്നു. അതിനാൽ ഇന്നു മുതൽ, ഇപ്പോൾ മുതൽ നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം നിങ്ങളെ തന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുക. പുതിയ പുസ്തകങ്ങൾ വായിക്കുക. നിങ്ങളെക്കാൾ സ്മാർട്ടായ ആളുകളോടൊപ്പം സമയം ചിലവഴിക്കുക. വിപണിയിൽ നിങ്ങളുടെ മൂല്യം 10 ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കാൻ പണം മുടക്കുക. നിങ്ങളുടെ സ്വന്തം മൂല്യം വർദ്ധിക്കുമ്പോൾ ഒരു വിശക്കുന്ന നായയെപ്പോലെ പണം നിങ്ങളുടെ പിന്നാലെ ഓടിവരും. നിങ്ങൾക്ക് പണത്തിന് പിന്നാലെ ഓടേണ്ടി വരില്ല. രണ്ടാമത്തെ സ്ഥലം, നിങ്ങൾ മടികൂടാതെ പണമെറിയേണ്ട ഇടം, അതാണ് നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ഊർജ്ജവും. യൗവനത്തിൽ പണത്തിനു പിന്നാലെ ഓടിയോടി സ്വന്തം ശരീരം നശിപ്പിക്കുന്ന ആയിരക്കണക്കിന് വിഡ്ഢികളെ ഞാൻ കണ്ടിട്ടുണ്ട്. കുറച്ചു രൂപ ലാഭിക്കാൻ അവർ മോശം ഭക്ഷണം കഴിക്കുന്നു, തങ്ങളുടെ ഉറക്കം കെടുത്തുന്നു, പിരിമുറുക്കം വളർത്തുന്നു. എന്നിട്ട് വാർദ്ധക്യത്തിൽ സമ്പാദിച്ച പണം മുഴുവൻ ഡോക്ടർമാർക്കും ആശുപത്രിക്കും വലിയ ബില്ലുകൾ കൊടുത്തു തുലയ്ക്കുന്നു. ഇതെന്ത് വിവേകമാണ്? ആരോഗ്യമുള്ള ശരീരമാണ് ഏറ്റവും വലിയ സാമ്രാജ്യമെന്ന് ചാണക്യനീതി വളരെ വ്യക്തമായി പറയുന്നു. നിങ്ങളുടെ ശരീരം തന്നെ നിങ്ങളെ പിന്തുണയ്ക്കുന്നില്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ വെച്ച് നിങ്ങൾ എന്തു ചെയ്യാനാണ്? ആ പണം നിങ്ങളുടെ കഫൻ, പുടവയിൽ തുന്നിച്ചേർത്ത് കൊണ്ടുപോകുമോ? സ്വന്തം ആരോഗ്യത്തിനായി ചിലവാക്കുന്ന പണം ഒരിക്കലും ചിലവാക്കലല്ല, അതൊരു തകർക്കാനാവാത്ത കവചമാണ്. നല്ലതും ശുദ്ധവുമായ ഭക്ഷണം കഴിക്കാൻ പണം ചിലവാക്കുക. ശരീരത്തെ ശക്തിപ്പെടുത്താൻ ആവശ്യമായ കാര്യങ്ങൾക്ക് പണം ചിലവാക്കുക. നിങ്ങൾ ശാരീരികമായും മാനസികമായും ശക്തനാകുമ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് ഇരട്ടിയാകും. നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ജോലി ചെയ്യാൻ കഴിയും. ആളുകളെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന ഒരു പ്രഭാവം നിങ്ങളുടെ ഉള്ളിലുണ്ടാകും. രോഗിയും ക്ഷീണിതനുമായൊരു മനുഷ്യൻ ഒരിക്കലും വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ കഴിയില്ല. സാമ്രാജ്യം നിർമ്മിക്കാൻ ഒരു യോദ്ധാവിന്റെ ഊർജ്ജം ആവശ്യമാണ്. നിങ്ങളുടെ ശരീരത്തെ ഒരു ക്ഷേത്രമായി കണ്ട് അതിൽ നിക്ഷേപിക്കുമ്പോഴാണ് ആ ഊർജ്ജം ലഭിക്കുന്നത്. അതിനാൽ വ്യായാമം ചെയ്യുക, നല്ല ഭക്ഷണം കഴിക്കുക, ധ്യാനിക്കുക. ഇതിൽ പണം ചിലവാകുമെങ്കിൽ ഒട്ടും ചിന്തിക്കാതെ ചിലവാക്കുക.
കാരണം നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിച്ചു തരുന്ന ഒരേയൊരു യന്ത്രം ഇതാണ്. ഇനി സാധാരണക്കാരുടെ ബുദ്ധിക്ക് തികച്ചും അപ്രാപ്യമായ പണം മുടക്കേണ്ട മൂന്നാമത്തെ സ്ഥലത്തെക്കുറിച്ച് സംസാരിക്കാം. എന്നാൽ ആചാര്യ ചാണക്യൻ ഇതിനെ അധികാരത്തിന്റെയും ശക്തിയുടെയും ഏറ്റവും വലിയ കേന്ദ്രമായാണ് കണക്കാക്കിയിരുന്നത്. അതാണ് ശക്തരായ ആളുകളുമായി ബന്ധം സ്ഥാപിക്കുകയും ശരിയായ നെറ്റ്വർക്ക് തയ്യാറാക്കുകയും ചെയ്യുക എന്നത്. ലോകത്തിൽ ഒരു മനുഷ്യനും ഒറ്റയ്ക്ക് കൊടുമുടിയിലെത്തുന്നില്ല. നിങ്ങളുടെ കഠിനാധ്വാനവും സ്വന്തം കഴിവും കൊണ്ട് മാത്രം എല്ലാം വെട്ടിപ്പിടിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾ വളരെ വലിയൊരു മിഥ്യാധാരണയിലാണ് ജീവിക്കുന്നത്. നിങ്ങളെക്കാൾ സമ്പന്നരും നിങ്ങളെക്കാൾ വിവേകമുള്ളവരും നിങ്ങളെക്കാൾ വലിയ പദവിയുള്ളവരുമായ ആളുകളോടൊപ്പം സമയം ചിലവഴിക്കാൻ നിങ്ങളുടെ പണം ഉപയോഗിക്കുക. സമൂഹം ഇതിനെ മുഖസ്തുതി എന്ന് വിളിച്ചേക്കാം, എന്നാൽ ചാണക്യനീതി ഇതിനെ നയതന്ത്രമെന്ന് വിളിക്കുന്നു. ഒരു ദരിദ്രൻ എപ്പോഴും തന്നെപ്പോലെയുള്ള ദരിദ്രരോടും പരാജയപ്പെട്ടവരോടുമൊപ്പം ഇരുന്ന് ലോകത്തെ ശകാരിക്കുന്നു. സമോസയ്ക്കും ചായയ്ക്കുമൊപ്പം സുഹൃത്തുക്കളോടൊപ്പം അവൻ മണിക്കൂറുകൾ പാഴാക്കും. എന്നാൽ ഒരു വിജയകരമായ വ്യക്തിക്ക് ഒരു നല്ല കോഫി വാങ്ങി നൽകി അയാളുടെ അനുഭവങ്ങൾ പഠിക്കാൻ അവന് പണം പാഴാക്കുന്നതായി തോന്നും. ഓർക്കുക, നിങ്ങൾ നിങ്ങളുടെ സമയം ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്ന 5 ആളുകൾക്ക് തുല്യമായിരിക്കും നിങ്ങളുടെ നിലവാരം. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാട് മാറ്റണം. ആ ക്ലബ്ബുകളിൽ പോവുക, ആ സെമിനാറുകളിൽ പങ്കെടുക്കുക. വലിയ തലത്തിൽ ഗെയിം കളിക്കുന്ന ആളുകളെ കണ്ടെത്തുന്ന സ്ഥലങ്ങളിൽ പണം മുടക്കി പ്രവേശനം നേടുക. നിങ്ങൾ അവരുടെ ഇടയിലിരിക്കുമ്പോൾ അവർ എങ്ങനെ ചിന്തിക്കുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അവർ എവിടെയാണ് പണം നിക്ഷേപിക്കുന്നത്? തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള അവരുടെ രീതി എന്താണ്? ഈ ഒരൊറ്റ നെറ്റ്വർക്കിന് ഏതൊരു സാധാരണ മനുഷ്യനും അപ്രാപ്യമായ അവസരങ്ങളും ഇടപാടുകളും നിങ്ങൾക്ക് നേടിത്തരാൻ കഴിയും. ശരിയായ ആളുകൾക്കായി ചിലവാക്കുന്ന പണം യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധമാണ്. പണം നിക്ഷേപിച്ചാൽ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് നേരിട്ട് 4 ഇരട്ടിയാക്കാൻ കഴിയുന്ന 4ാമത്തെ സ്ഥലം നിങ്ങളുടെ സ്വന്തം സമയം വിലയ്ക്ക് വാങ്ങുക എന്നതാണ്. ഈ കാര്യം കേൾക്കുമ്പോൾ അല്പം വിചിത്രമായി തോന്നാം, എന്നാൽ ഒരു സാധാരണക്കാരന് ഒരിക്കലും മനസ്സിലാകാത്ത കൈപ്പേറിയ സത്യം ഇതാണ്. ഒരു ദരിദ്രൻ പണം ലാഭിക്കാൻ തന്റെ സമയം മുഴുവൻ വിൽക്കുന്നു, എന്നാൽ ധനികൻ തന്റെ സമയം ലാഭിക്കാൻ കണക്കില്ലാതെ പണം ചിലവാക്കുന്നു. നിങ്ങളെക്കാൾ കുറഞ്ഞ പണത്തിന് മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ജോലികൾ ഇന്നും നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ വലിയ അനീതിയാണ് ചെയ്യുന്നത്. വൃത്തിയാക്കൽ, ചെറിയ ബില്ലുകൾ അടയ്ക്കൽ, അല്ലെങ്കിൽ നിങ്ങളുടെ തലച്ചോർ ആവശ്യമില്ലാത്ത ജോലികൾ, ഇവയിലൊക്കെ നിങ്ങളൊരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ കഴിയുമായിരുന്ന നിങ്ങളുടെ ആ ഊർജ്ജം പാഴാക്കുകയാണ്. നിങ്ങളുടെ ലക്ഷ്യവുമായി ബന്ധമില്ലാത്ത ജോലികൾ മറ്റുള്ളവരെക്കൊണ്ട് ചെയ്യിക്കാൻ പണം ചിലവാക്കുക. ആളുകളെ ജോലിക്ക് വയ്ക്കുക. നിങ്ങളുടെ സമയം സ്വതന്ത്രമാക്കുക. കാരണം നിങ്ങൾക്ക് ചിന്തിക്കാൻ സമയം കിട്ടുമ്പോൾ, നിങ്ങൾക്ക് ഒഴിവു സമയം കിട്ടുമ്പോൾ മാത്രമേ ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കാനുള്ള ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരികയുള്ളൂ. ക്ഷീണിതമായ ഒരു മനസ്സിന് ഒരിക്കലും വലിയൊരു തന്ത്രം മെനയാൻ കഴിയില്ല. മന്ത്രിമാർക്കോ സൈനികർക്കോ ചെയ്യാൻ കഴിയുന്ന ചെറിയ ജോലികളിൽ നിന്ന് ചാണക്യൻ രാജാവിനെ എപ്പോഴും മാറ്റി നിർത്തിയിരുന്നു. രാജാവിന്റെ ജോലി ചിന്തിക്കാനും ഭരിക്കാനുമാണ്, കൂലിപ്പണി ചെയ്യാനല്ല. നിങ്ങൾക്ക് രാജാവാകണമെങ്കിൽ മറ്റുള്ളവരുടെ സമയം വിലയ്ക്ക് വാങ്ങാൻ നിങ്ങൾ പഠിച്ചേ തീരൂ. മനുഷ്യന്റെ തലവര മാറ്റിമറിക്കുന്ന പണം ചിലവാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5ാമത്തെ സ്ഥലം കണക്കുകൂട്ടിയുള്ള അപകടസാധ്യതകൾ, അതായത് കൃത്യമായി അളന്നുകുറിച്ചുള്ള റിസ്കുകളിൽ പണം നിക്ഷേപിക്കുക എന്നതാണ്. ഭൂരിഭാഗം ആളുകളും തങ്ങളുടെ ജീവിതം മുഴുവൻ ഭയത്തിന്റെ നിഴലിൽ കഴിച്ചുകൂട്ടുന്നു. പണം നഷ്ടപ്പെടുമെന്നും നഷ്ടം സംഭവിക്കുമെന്നും ആളുകൾ എന്തു പറയുമെന്നും അവർ കരുതുന്നു. ഈ ഭയം കാരണം വിലക്കയറ്റം ചിതൽ പോലെ എല്ലാ ദിവസവും കാർന്നു തിന്നുന്ന ഒരു ബാങ്കിൽ അവർ തങ്ങളുടെ പണം അഴുകാൻ അനുവദിക്കുന്നു. റിസ്ക് എടുക്കാതെ ഇന്നുവരെ ഒരു യുദ്ധവും വിജയിച്ചിട്ടില്ല. തോൽക്കുമെന്ന ഭയത്താൽ നിങ്ങൾ യുദ്ധക്കളത്തിൽ ഇറങ്ങുന്നില്ലെങ്കിൽ നിങ്ങളുടെ തോൽവി നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടതാണ്. നിങ്ങളുടെ പണത്തെ ജോലിക്ക് വിടുക. അതിനെ നിങ്ങളുടെ സേഫിന്റെ തടവുകാരനാക്കരുത്. നിങ്ങൾക്കായി കൂടുതൽ പണം സമ്പാദിക്കാൻ അതിനെ നിങ്ങളുടെ അടിമയാക്കുക. ശരിയായ ബിസിനസ്സിലും ശരിയായ നിക്ഷേപങ്ങളിലും നിങ്ങളുടെ പണമിടുക. അതെ, കുറച്ച് പണം നഷ്ടപ്പെടും. അതെ, കുറച്ച് തെറ്റുകൾ സംഭവിക്കും. എന്നാൽ ആ തെറ്റുകൾ നിങ്ങൾക്ക് നൽകുന്ന പാഠങ്ങൾ ലോകത്തിലെ ഒരു യൂണിവേഴ്സിറ്റിക്കും നിങ്ങളെ പഠിപ്പിക്കാൻ കഴിയില്ല. അപകടസാധ്യതകൾ ഏറ്റെടുക്കാൻ, പണം ചിലവാക്കാൻ ധൈര്യമുള്ള മനുഷ്യൻ മാത്രമാണ് ചരിത്രം തിരുത്തിക്കുറിക്കുന്നത്. സുരക്ഷയോടുള്ള അത്യാഗ്രഹം മനുഷ്യനെ ഭീരുവാക്കുന്നു. ഭീരുക്കൾക്ക് മറ്റുള്ളവർ ഉപേക്ഷിച്ച എച്ചിൽ മാത്രമാണ് ലഭിക്കുന്നത്, സിംഹാസനമല്ല. മനുഷ്യന്റെ പ്രകൃതത്തെക്കുറിച്ചുള്ള കറുത്തതും ഭയാനകവുമായ ആ സത്യം ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുകയാണ്. ഇതറിഞ്ഞാൽ ഒരുപക്ഷേ നിങ്ങളുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചുപോയേക്കാം. നിങ്ങൾ ധനികനാകാൻ ലോകത്ത് ആരും ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ അവരെക്കാൾ മുന്നോട്ടു പോകണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ സ്വന്തം ആളുകൾ, നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ, നിങ്ങൾ അവരെക്കാൾ ദുർബലരായിരിക്കുന്ന കാലത്തോളം മാത്രമേ നിങ്ങളെ ഇഷ്ടപ്പെടുകയുള്ളൂ. നിങ്ങളുടെ ചിന്തകൾ മാറുന്ന ദിവസം, ഈ 5 ഇടങ്ങളിൽ നിങ്ങൾ പണം ചിലവാക്കാൻ തുടങ്ങുകയും നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാകുകയും ചെയ്യുന്ന ദിവസം, ഇതേ ആളുകൾ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളായി മാറും. അവർ നിങ്ങളെ ഭ്രാന്തനെന്ന് വിളിക്കും. നിങ്ങൾ മാറിയെന്നും നിങ്ങളുടെ ഉള്ളിൽ അഹങ്കാരം വന്നുവെന്നും അവർ പറയും. നിങ്ങൾ എവിടെ നിന്നാണോ പുറത്തുകടക്കുന്നത് അതേ ചതുപ്പിലേക്ക് നിങ്ങളെ തിരികെ വലിച്ചിടാൻ അവർ പരമാവധി ശ്രമിക്കും.
കാരണം നിങ്ങളുടെ വിജയം അവരുടെ സ്വന്തം പരാജയത്തെയാണ് അവർക്ക് ഓർമ്മിപ്പിക്കുന്നത്. അവർ എത്രമാത്രം താഴെയാണ് ഇഴയുന്നതെന്ന് നിങ്ങളുടെ കുതിപ്പ് അവർക്ക് കാണിച്ചുകൊടുക്കും. അതിനാൽ നിങ്ങളുടെ വഴികളും തന്ത്രങ്ങളും ഒരിക്കലും കൊട്ടിഘോഷിക്കരുത്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഒരു രഹസ്യം പോലെ നെഞ്ചിൽ കുഴിച്ചുമൂടണമെന്ന് ചാണക്യൻ പറഞ്ഞിരുന്നു. പണി തീരുന്നതുവരെ ആരും അറിയാൻ പോലും പാടില്ല. നിങ്ങളുടെ ശത്രുക്കൾക്ക് ഏറ്റവും വലിയ ഭയം നിങ്ങളുടെ നിശബ്ദതയായിരിക്കണം. നിങ്ങളുടെ വിജയത്തിന്റെ ബഹളം അവരുടെ കാതുകൾ അടപ്പിക്കുമ്പോൾ വേണം അവർ അതറിയാൻ. നിങ്ങളുടെ ചിന്താഗതി നിങ്ങൾ മാറ്റണം. ഒരു പിശുക്കനെപ്പോലെ ചിന്തിക്കുന്ന നിർത്തി ഒരു നിക്ഷേപകനെപ്പോലെ ചിന്തിക്കാൻ തുടങ്ങുക. നിങ്ങൾ ചിലവാക്കുന്ന ഓരോ രൂപയെയും ഒരു സൈനികനെപ്പോലെ കാണുക. ഒരു ബ്രാൻഡഡ് വസ്ത്രത്തിനോ അനാവശ്യ കാര്യങ്ങൾക്കോ നിങ്ങൾ പണം ചെലവാക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സൈനികരെ കൊല്ലുകയാണ്. എന്നാൽ അറിവ്, ആരോഗ്യം, നെറ്റ്വർക്ക്, സമയം, നിക്ഷേപം എന്നിവയ്ക്കായി നിങ്ങൾ പണം ചിലവാക്കുമ്പോൾ ഒരു വലിയ സൈന്യത്തെ കെട്ടിപ്പടുക്കാൻ നിങ്ങൾ നിങ്ങളുടെ സൈനികരെ അയക്കുകയാണ്. ഇതൊരു യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ പണം മാത്രമല്ല, പണം ഉപയോഗിക്കാനുള്ള ശരിയായ ധാരണയുമുള്ളവർ മാത്രമേ വിജയിക്കൂ. നിങ്ങളെ എപ്പോഴും ഭയപ്പെടുത്തുന്ന നിങ്ങളുടെ ഉള്ളിലെ ആ ദുർബലമായ ശബ്ദത്തെ കൊന്നുകളയുക. നിങ്ങളുടെ ജീവിതം ഇത്തരത്തിൽ കരഞ്ഞുകൊണ്ട് ജീവിക്കില്ലെന്ന് ഇപ്പോൾ ഈ നിമിഷം തീരുമാനിക്കുക. പണത്തിന്റെ അടിമയാകാതെ പണത്തിന്റെ യജമാനനായി നിങ്ങൾ ഈ ലോകം ഭരിക്കും. കണ്ണുകൾ തുറന്ന് ഈ കൈപ്പേറിയ സത്യം അംഗീകരിക്കുക. ഇന്ന് നിങ്ങളുടെ പണം ശരിയായ സ്ഥലത്ത് നിക്ഷേപിച്ചില്ലെങ്കിൽ നാളെ മറ്റുള്ളവരുടെ വിരൽത്തുമ്പിൽ നിങ്ങൾക്ക് നൃത്തം ചെയ്യേണ്ടിവരും. ഇതൊരു വീഡിയോ മാത്രമായിരുന്നില്ല, നിങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു ഇത്. നിങ്ങളുടെ ഗാഠനിദ്രയിൽ നിന്ന് നിങ്ങളെ ഉണർത്താൻ നൽകിയ മുന്നറിയിപ്പ്. ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും മാറിയതായി നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഇപ്പോൾ തീരുമാനമെടുക്കുക. ഇന്നു മുതൽ നിങ്ങളുടെ വരുമാനത്തിന്റെ എത്ര ഭാഗം നിങ്ങളുടെ അറിവിനും ശരീരത്തിനുമായി ചിലവാക്കുമെന്ന് താഴെ കമന്റിൽ എന്നെ എഴുതി അറിയിക്കുക. നിങ്ങളുടെ ഒരു ചെറിയ തീരുമാനം നിങ്ങളുടെ മുഴുവൻ ജീവിതത്തിന്റെ ദിശ മാറ്റിയേക്കാം. കൂടാതെ ഇത്തരം കൈപ്പേറിയതും സത്യസന്ധവുമായ തന്ത്രങ്ങൾ ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ മണി തീർച്ചയായും അമർത്തുക. കാരണം കേൾക്കാൻ എല്ലാവർക്കും ധൈര്യമില്ലാത്ത ആ കൈപ്പേറിയ സത്യങ്ങൾ ഞാൻ ഇനിയും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും.